നമ്മളിപ്പോൾ എന്താ പ്ലാനിങ്, എങ്ങോട്ടാ പോണേ? നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഷാൽസാറെ കൂടെ നമ്മൾ കിളികൾ നോക്കാൻ പോകും. അപ്പോൾ ഏതൊക്കെ കിളികൾ, എന്തൊക്കെ കിളികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഞാൻ പുതിയൊരു അനുഭവത്തിലേക്കും പോവുകയാണ്. നമുക്ക് നോക്കിയിട്ട് പോയിട്ട് വരാം. ഓക്കെ. എന്തായാലും യാത്ര മാപ്പ് നോക്കിയിട്ടുള്ള യാത്രയിലാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ള സാമഗ്രികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിലാണ് നമ്മൾ ആരംഭം. അറിയാൻ വേണ്ടിയിട്ട് പോയി സമയം കണക്കാക്കിയിട്ട് നമ്മളിതാ ഏതൊക്കെ പക്ഷികളെ കാണുമെന്ന് പറയാൻ പോവാണ്. നമ്മളൊരു സൗണ്ട് കേട്ടോ അതിന്റെ പേരാണ് ടൈലർ ബേർഡ്. ടൈലർ ബേർഡ് എന്ന് പറഞ്ഞാൽ ടൈലർ എന്ന് പറഞ്ഞാൽ ടൈലർ ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യൽക്കാരൻ പക്ഷി, തുന്നൽക്കാരൻ എന്നാണ് അതിന്റെ മലയാളം. പക്ഷേ ഇത് കൂടുണ്ടാക്കുന്നത് ഇല ഇങ്ങനെ മടക്കിയിട്ട് തുന്നലാരി ചെയ്യണ പോലെ, സൂചി നൂലിങ്ങനെ നോക്കണ പോലെ കൊക്കൊണ്ട് എന്ത് ചെയ്യും, നാരുകൾ അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങനെ കൂടുണ്ടാക്കും. അതാണ് ഇതിനകത്ത് ഒരു പേര് വരാനുള്ള കാരണം. സ്പോട്ടഡ് എന്ന് പറഞ്ഞാൽ കുത്ത് സ്പോട്ടുകളുള്ള അതിന്റെ മേലെ നോക്കുന്നത് കഴുത്തിനോട് ഇങ്ങനെ കുത്തുകുത്തിട്ട പോലെ നമ്മളതിനെ കാണുകയാണെങ്കിൽ പൈനക്കുകൾ നോക്കിയെടുത്ത് കണ്ടതിൻ്റെ ഇവിടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. ഒരു 4 കാക്കിനൊക്കെ നമ്മൾ കണ്ടിട്ട് 4 ആയി. ഞങ്ങൾ പറഞ്ഞ അരിപ്രാവ് നമ്മൾ വന്നപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കാട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് വെച്ചത് ഇത് രോഗമാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ആ സാധനം വെച്ച്. ഇത് നായയാണ്. ചില സമയം നമ്മൾ കാട്ടിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ പുലിൻ്റെ ഇതേപോലത്തെ ഷേപ്പാണ്. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടാവും. എന്താ വ്യത്യാസം എന്ന് പറയാം, എനിക്കറിയാം. പക്ഷേ അന്ന് ചോദിച്ചാണ് നഖം ഇങ്ങനെ വരുന്ന സാധനം നായി ഫാമിലിക്കാണ്, നായി കുറുക്കൻ ടൈപ്പ് ആൾക്കാർക്കാവും. എന്നാൽ പുലിക്കാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഈ 2 ഓട്ട നായിന്റെ കാലിന് മാത്രമേ ആ ഓട്ടം നടക്കുമ്പോൾ കിട്ടുള്ളൂ. ഇതാ കൂർത്ത് 2 ഓട്ടം ഉണ്ടല്ലേ. നിങ്ങൾ വേറെ നായ്ക്കളെ നോക്കിയേ, ഇത് അടുത്ത കാലിച്ചു ഇവിടെ ഉണ്ടല്ലേ 2 ഓട്ട, ആ 2 ഓട്ട. അതില്ലാന്നുണ്ടെങ്കിൽ പുലിക്കല് പൂച്ച കുടുംബം, പുലിനെ പറഞ്ഞില്ല പൂച്ച കുടുംബം എന്ന് പറയാം. മുതൽ എല്ലാ കാൽപ്പാടും നോക്കിയാൽ നായാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരും. ഞാൻ അല്ലെങ്കിൽ കാടൻ പൂച്ചല്ലേ, ഇതിപ്പോൾ ഇതൊരു പൂച്ച കുടുംബം അല്ല, ഇതിലൊന്ന് ഇതുണ്ട് 2 ഓട്ടം ഉണ്ട് ഇവിടെ ഒക്കെ നായ്ക്കളാം. കണ്ടില്ല, ചവയലാശി, കരിയിലക്കിളി എന്നൊക്കെ ചാണകക്കിളി, എന്താ ഓരോ നാട്ടിൽ ഓരോ പേര്. ഞാൻ അടുത്തടുത്ത് ആ സൗണ്ട് ദൂരെ എല്ലാവരും പക്ഷികളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്യും കുട്രു എന്നാണ് മലയാള പേര്. എന്തോ അതല്ലെങ്കിൽ വർക്കും മാത്രമല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ പക്ഷി നിരീക്ഷണമുണ്ട്, വാഹന നിരീക്ഷണമുണ്ട്, ഫിഷ് പരിപാലനമുണ്ട്, പൂച്ച പരിപാലനമുണ്ട്, പൂച്ചാണ് പറയുന്നുണ്ട്, ക്യാറ്റ് പരിപാലനമുണ്ട്, റാറ്റ് പരീക്ഷണമുണ്ട്. അങ്ങനെ എല്ലാതും ഉണ്ട് അവിടെ. അപ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കും വലിയൊരു മഹത്തായ കാര്യമാണ് അവിടെ നടക്കുന്നത്. നല്ല കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടക്കുന്നത് ഫ്ലൈറ്റിൻ്റെ അതൊക്കെ ഉണ്ടല്ലോ, ആ കിളിക്ക് ശരീരം മറിഞ്ഞിട്ട് വേറെ കിളിൻ്റെ അത് ഏർപ്പെട്ടരിച്ച് രണ്ട് തല കൊക്കുള്ള പോലെ തോന്നും. പോയി ഇവിടുന്ന് വേറെ എന്തുണ്ട്? ഇതാണ് സാധനം. എവിടെ ഇതിൽ വന്നു കണ്ടില്ല, ചെറിയ തത്ത. ഈ തത്തട്ടോ, മറ്റേ വലിയ തത്തല്ല. അതിന് ഫോട്ടോ വരുമോ? യെല്ലോ ബിൽഡ് പേപ്പർ അടിപൊളി സാധനം. കറക്റ്റ് ആട്ടോ. അപ്പൊ കാട്ടിൽ നമ്മൾ പോകുമ്പോഴേ ഇവിടെ നിന്ന് നോക്കാം, ഇവിടെ എല്ലാ സമയത്തും ഒച്ചലോണം നോക്കില്ല. നമ്മൾ സൈലന്റ് ആയിട്ട് പോണ്ടേ? നമുക്ക് ഇംഗ്ലീഷ് പേര് അറിയില്ല. ചെടി കണ്ടിട്ടുണ്ടോ മുമ്പ്? ഇഷ്ടം പോലെ ഒടിച്ചെത്തി നമ്മളെ നാട്ടിൽ ഒടിച്ചെത്തി പറയും. പല നാട്ടിൽ പല പേരാണ്. അരിപ്പൂവ് എന്നൊക്കെ പറയും. ഈ ചെടി ഒരു കാലത്ത് ഇന്ത്യയിലേ ഇല്ലായിരുന്നു.
ഒരു കാലത്ത് പറഞ്ഞാൽ ഒരുപാട് നൂറ്റാണ്ടൊന്നും കുറേ നൂറ്റാണ്ടൊന്നും പോകണ്ട. ഒരു കാലത്ത് ഇന്ത്യയിലേ ഇല്ലാത്ത ചെടിയായിരുന്നു. പിന്നെ എങ്ങനെയോ ഇന്ത്യയിലോട്ട് എത്തപ്പെട്ടു. ഇപ്പോൾ ഇത് കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് വ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അടുത്തുള്ള വേറെ മരങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾക്ക് വേറെ ജീവികൾക്കൊക്കെ ഇത് പ്രയാസം ഉണ്ടാക്കും. അതിന് മലയാളത്തിൽ അധിനിവേശ സസ്യം എന്ന് പറയും. ഇതിന്റെ പഴം തിന്നിട്ട് ഈ കിളികളൊക്കെ ഇതിന് പഴം തിന്നിട്ട് അങ്ങനെയാണ് ഇത് കൂടുതൽ വ്യാപിക്കുന്നത്. ഈ ചെറിയ ചെറിയ ഇതുണ്ടല്ലോ സസ്യങ്ങളല്ല മറ്റേത് ഈ പുഴുക്കളൊക്കെ, അതായത് പച്ചപ്പുയ്യൊക്കെ ഉണ്ടാവുമല്ലോ, പച്ചകളൊക്കെ തിന്നും. നമ്മള് ബീഫൊക്കെ തിന്നുന്നത് ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് മീനിനൊക്കെ പോയി തിന്നിക്കാട്ടും വരും. കാളനൊക്കെ ഈ ചെറിയ അത് മറ്റേ പച്ചത്തത്ത വായത്തത്ത ഏത് അക്കരെ ഇതാണ് കുട്ടുപോയ അല്ലേ? കമ്പിത്തത്ത നമ്മളാണ്. കമ്പിത്തത്ത മുളത്തത്ത എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ അവസാനിപ്പിച്ചില്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതേമാതിരി അടുത്ത സമയം കൂടി ഇതേമാതിരി നമുക്കൊരു വലിയൊരു ലൊക്കേഷൻ നോക്കിയിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വരാം.